ഗൈസ്, ഇന്ന് മീൻകാരൻ ചെമ്മീനാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പൊ ഉച്ചക്കത്തേക്ക് അതങ്ങ് റോസ്റ്റ് ആക്കാന്ന് വിചാരിച്ചു. ഉപ്പേരി ഇവിടെ നിർബന്ധമാണ്. അതിന് വേണ്ടിയിട്ട് അമ്മ ഇവിടെ ബീൻസ് അരിയുന്നുണ്ട് കേട്ടോ. ചെമ്മീനായാലും ഇനിയിപ്പോ ചിക്കൻ ആയാലും നമ്മൾ കറി വെക്കുന്നതിന്റെ മുന്നേ ഇതുപോലെ അങ്ങ് മസാലയൊക്കെ പുരട്ടി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. അത് ഞാൻ ഇവിടെ വന്നതിന്റെ ശേഷം കാണുകയാണ് കേട്ടോ. എന്റെ വീട്ടിലൊന്നും ഇങ്ങനെ മസാല ആദ്യം തേച്ച് വെക്കൂല. അങ്ങനെ ആദ്യം തേച്ച് വെക്കുമ്പോൾ മസാലയൊക്കെ നല്ലോണം പിടിച്ചോളും. കൊള്ളാട്ടോ എന്റെ കറി. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള കറി അവിടെ ഉണ്ടാക്കി വെച്ച് ഞാനും ഏട്ടനും കൂടെ അതേ വണ്ടി എടുത്ത് ഇറങ്ങിയതാണേ. വേറെ അങ്ങോട്ടില്ല, അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. വീട്ടിൽ നിന്നാണെങ്കിൽ 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. ഇവിടെ ആണെങ്കിൽ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പരിപാടി കഴിച്ച് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റി. അവിടുന്ന് നേരെ ബാങ്കിലേക്കാണ് കേട്ടോ പോയത്. ഈ വീഡിയോയിൽ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ലാസ്റ്റ് അനൗൺസ് ചെയ്ത ഗീവ് അവേയില് ആ ഗീവ് അവേ താലം കിട്ടിയ ആള് ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. മെസ്സേജ് ചെയ്യേ കമന്റ് ചെയ്യേ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഓടി വായോ എന്ന് ക്യാപ്ഷൻ കൊടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അത്. 3 പേര് സെലക്ട് ചെയ്തു. ആദ്യത്തെ ആൾക്ക് ഗീവ് അവേ താലും ബാക്കി 2 പേർക്ക് 1000 റേഞ്ചിലുള്ള ഡ്രസ്സുമാണ് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞത്. അപ്പൊ ആ ഗീവ് അവേ താലം കിട്ടിയ ആൾ ഇതുവരെ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ എപ്പിക് ക്യൂൺ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ പുതിയൊരാളെ സെലക്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ടോപ്പിന്റെ ലിങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ വീഡിയോയിൽ എപ്പിക് ക്യൂൺ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ വീഡിയോയിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കൺഗ്രാറ്റുലേഷൻ എപ്പിക് ക്യൂൺ. ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് കമന്റ് ചെയ്യണം. ഞാൻ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളാം കേട്ടോ. ഗീവ് അവേയിൽ പങ്കെടുത്തവരാണെങ്കിൽ വീഡിയോസ് ഒക്കെ മിസ്സാക്കാതെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ ഇതുപോലെ മിസ്സായി പോവും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.